കാസർഗോഡ് ജില്ലയിലെ ഗവൺമെൻറ് ജീവനക്കാരുടെ നിയമനത്തിൽ മെല്ലെപ്പോക്ക് തുടരുന്നു എന്ന വാർത്ത വരുന്നു. വിവിധ വകുപ്പുകളിലായി 1712 തസ്തികകളിലാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴില്ലാത്തത്. സർക്കാർ പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങിയതോടെ ആരോഗ്യവകുപ്പിൽ 301 കസേരകൾ ഒഴിഞ്ഞുകിടക്കുന്നുവെന്നും പരാതി ഉയരുന്നു. എന്തായാലും തീർച്ചയായും ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഈ ക്യാമറ ചലിപ്പിക്കുന്നത്. കാസർഗോട്ടേക്ക് നിയമനം ലഭിച്ചാൽ ഉദ്യോഗസ്ഥർ വരുന്നില്ല എന്നായിരുന്നു സർക്കാരിന്റെ സ്ഥിരമായ വിശദീകരണം. ജില്ലയിലെ വിവിധ വകുപ്പുകളിലായി ഒഴിവുകളുടെ എണ്ണം 1500 കടന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തു. അടിയന്തര പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ 4 മാസത്തിനു ശേഷവും സ്ഥിതി സമാനമാണ്. കാസർഗോഡ് ഏറെ പിന്നാക്കം നിൽക്കുന്ന ആരോഗ്യ മേഖലയിൽ തന്നെയാണ് കടുത്ത പ്രതിസന്ധി നേരിടുന്നത്. ഔദ്യോഗിക കണക്കനുസരിച്ച് ആരോഗ്യവകുപ്പിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 301 കസേരകൾ. വിവിധ ആശുപത്രികളിലായി 323 ഡോക്ടേഴ്സ് ആവശ്യമാണ്. എന്നാൽ നിലവിലുള്ളത് 251 പേർ മാത്രം. 72 ഡോക്ടേഴ്സിന്റെ കുറവുണ്ട്. സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നത് ഡോക്ടേഴ്സിന്റെ അഭാവം മൂലമാണ്. ഇതിനു പുറമെ 22 ഹെൽത്ത് ഇൻസ്പെക്ടർ, 24 സ്റ്റാഫ് നഴ്സ്, 79 ജൂനിയർ ഹെൽത്ത് നഴ്സ് എന്നീ ഒഴിവുകളിലും നിയമനം ഉണ്ടായിട്ടില്ല. കാസർഗോഡ് പോലുള്ള ഒരു ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ തസ്തികകൾ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് 10,000 ഉറുപ്പിക ഇൻസെൻറ്റീവ് കൊടുക്കുമെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ഇൻസെൻറ്റീവ് കൊടുക്കുന്നില്ല. ആ ഇൻസെൻറ്റീവ് 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ ജില്ലയിൽ ജോലി ചെയ്യാൻ പലർക്കും ഒരു പ്രേരണ ഉണ്ടാകും. ഇപ്പോൾ നവകേരള സദസ്സ് സംഘടിപ്പിച്ചു, കാസർഗോഡ് ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ഉടനെ പരിഹാരം കാണേണ്ടത്. അപ്പോൾ ഒരു ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണമെന്ന് സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ ഈ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന ഈ തസ്തികകൾ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ വളരെ പെട്ടെന്ന് നികത്തണമെന്നാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസ വകുപ്പിൽ 481, റവന്യൂ വകുപ്പിൽ 74 ഒഴിവുകളിലും നിയമനമില്ലാതെ തുടരുന്നു. അവശ്യ സർവീസുകളായ പോലീസിൽ 145, ഫയർഫോഴ്സിൽ 53 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. ജില്ല നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടൽ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥയെന്ന് വർഷങ്ങളായി നാം കേൾക്കുന്നതാണ്. അതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ കാസർഗോട്ടെത്തി ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാർ മാത്രമാണ്. അതിന് ജനങ്ങൾ ഉത്തരവാദികളല്ല. കാസർഗോഡ് നിന്നും അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. നമുക്കറിയാം, പലപ്പോഴും കാസർഗോട്ടേക്കൊക്കെ ട്രാൻസ്ഫർ അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നിന്നെ കാസർഗോട്ടേക്ക് അടിക്കും, സൂക്ഷിച്ചോണം എന്നൊക്കെ പല മെനുദ്യോഗസ്ഥന്മാരും പറയുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അതുതന്നെയാണ് പ്രശ്നം. ആളുകൾക്ക് കാസർഗോഡേക്കൊന്നും യാത്ര ചെയ്യാൻ താല്പര്യമില്ല. അഥവാ യാത്ര ചെയ്താൽ തന്നെ വളരെ പെട്ടെന്ന് 2 ആഴ്ചയ്ക്കും അവർ തിരിച്ചുള്ള ട്രാൻസ്ഫറിന് ശ്രമം നടത്തും. അവർ ഉയരങ്ങളിൽ സ്വാധീനിക്കും. തിരിച്ചു പോകാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ പയറ്റിയെന്ന് വരും. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ ഈ പല മേഖലയിലും ഇത്രയധികം ഏതാണ്ട് 1712 തസ്തികകൾ ഈ ജില്ലയിൽ മാത്രം വിവിധ വകുപ്പുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള കാര്യം വരുന്നത്. അതിർത്തി ജില്ലയോട് ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യക്കുറവുണ്ട്. കന്യാകുമാരി ജില്ലയ്ക്കും കാസർഗോഡിന് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. തമിഴ്നാടിന് കന്യാകുമാരി ജില്ലയോട് അല്പം താല്പര്യം കുറവ്, കേരളത്തിന് കാസർഗോഡോട് താല്പര്യം കുറവ്. അപ്പോൾ ഇവിടെയും മനുഷ്യരാണ് ജീവിക്കുന്നത് എന്ന കാര്യം പലപ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാർ ഫയലിൽ ഒപ്പിടുമ്പോൾ അറിയുന്നില്ല. ആരോഗ്യ മേഖലയിൽ വളരെ പിന്നാക്കം നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. കോവിഡൊക്കെ ഇങ്ങനെ പച്ചപിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്രയധികം കസേരകൾ ഒഴിച്ചിടാൻ പാടില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ നേരായ ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു. സർക്കാർ അതിന് നിലപാടെടുക്കണം. അതുകൊണ്ട് നാട്ടുകാർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സമരം കാര്യങ്ങളും കൊണ്ടുപോകാതെ സർക്കാർ അടിയന്തരമായിട്ട് തന്നെ നടപടിയെടുക്കണം. അതാ വേണ്ടത്. ഗവൺമെൻറ് ജോലിയിൽ പ്രവർത്തന രംഗത്ത് ആളില്ലെങ്കിൽ, ഒരു രോഗി പോയി കഴിഞ്ഞാൽ ആ രോഗിനെ നോക്കാൻ ആളില്ലെങ്കിൽ പിന്നെ ആ രോഗി പിന്നെ എവിടെ പോകും? എവിടത്തെ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ എവിടെയെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം. അവർക്ക് ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പണം വേണ്ടേ? വേഗത്തിലാക്കണം. പക്ഷേ അത് പഠിക്കാത്തവർക്കുള്ള ജോലി കൊടുക്കുന്നത്, പഠിച്ചവർക്ക് കൊടുക്കുന്നില്ലല്ലോ. പിന്നെ അങ്ങനെ വേഗത്തിലാകുന്നു. കാസർഗോഡിലെ ഏറ്റവും താപ്പുന്നു വെറും ആ ജില്ലേനെ അവഗണിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് കാണുന്നില്ല ഇന്ത്യയിൽ. ആ സർക്കാർ ആശുപത്രികളിൽ സ്റ്റാഫ് ഇല്ലാണ്ട് പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. സർക്കാർ മുഖവിലക്ക് എടുക്കുന്നില്ലല്ലോ. സർക്കാർ മുഖവിലക്ക് എടുക്കുന്നില്ല. അല്ല, എല്ലാ സ്തംഭനാവസ്ഥ ഉണ്ടാവും. മൊത്തത്തിൽ കേരളത്തെ ബാധിക്കുമല്ലോ.
നിയമനം ഏറ്റവും കൂടുതലുള്ളത് 1100 വേക്കൻസിയുടെ അത് വേറെ ഇതായില്ല. അതേപോലെ ആരെങ്കിലും ഡ്യൂട്ടി ഏറ്റെടുത്തെങ്കിൽ അവർ പിന്നെ പിറ്റേന്ന് രാവിലെ ഇവിടുന്ന് കാലിയാക്കും. ഇല്ല, അതെ, ആദ്യം വരും, വന്നിട്ട് ഡ്യൂട്ടി ഏറ്റെടുക്കും, പിന്നീട് അവർ തിരിച്ചു പിന്നെ മടങ്ങി വരില്ല. ഇവിടെ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് വരും, അപ്പോഴും ഡ്യൂട്ടി ചെയ്യും, അപ്പോഴും തിരിച്ചു പോകും. അങ്ങനത്തെ കാലാവസ്ഥയിൽ ഇവിടെ ഉള്ളത്. അതെ അതെ, മൊത്തത്തിൽ മാറിയെങ്കിൽ നന്നായിരിക്കും. ഗോപകുമാർ ഭദ്രാലയം പറയുന്നു ഈ പാൻറ്റേ കയറുമ്പോൾ എൻ്റെ പ്രായം കുറയുന്നു. അതിൻ്റെ തന്ത്രം എന്തോന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അരുൺ മുട്ടട പറയുന്നു SKN ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന സമരത്തിന് ഇടയിൽപ്പെട്ടിട്ട് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ അകപ്പെട്ട ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഇത്തരം രാഷ്ട്രീയ കളികൾക്ക് ഇടയിൽപ്പെട്ടു പോകുന്ന ഞങ്ങൾ സാധാരണക്കാർ എന്ത് ചെയ്യണം എന്നാണ് അരുൺ മുട്ടട നമ്മുടെ നേതാക്കന്മാരോടൊക്കെ ചോദിക്കുന്നത്. PSC ചാമ്പ്യൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത് പോലീസിൽ ആളില്ല സാർ, ലിസ്റ്റിൽ ഇഷ്ടംപോലെ പിള്ളേരെ എടുക്കാതെ കിടക്കുന്നു. ഇനി 120 ദിവസം മാത്രമേ ഈ ലിസ്റ്റ് കാലാവധി തീരാനുള്ളൂ. അവരുടെ പ്രതികരണങ്ങൾ ഇതിലും വലുതാകും നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോയാൽ. അപ്പോൾ ഹാപ്പി ഡേയ്സിൽ നിന്ന് ഇങ്ങനൊരു സന്ദേശം, പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. അതൊരു നല്ല സജഷനാണ്, നമ്മൾ ഉൾപ്പെടുത്താം. തഞ്ചു പറയുന്നത് SK ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ ആളുകളെ കഴുതകളാക്കി പ്രസ് മീറ്റ് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഈ സമരം അനിവാര്യമായിരുന്നു. രക്ഷാപ്രവർത്തനമായി കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. അതുപോലെ അബ്ദുൽ ഹമീദ് 50,000 ഒഴിവുകൾ PSCയിൽ കിടക്കുകയാണ്. അപ്പോൾ ജോർജ് ആളൂർ പറയുന്നത് സതീശൻ, അതായത് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പരസ്യമായി ജനങ്ങളെ അക്രമത്തിന് പ്രേരിപ്പിച്ചത് ശരിയായില്ല എന്നുകൂടി പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ അത്യാവശ്യമുള്ള യൂട്യൂബ് സന്ദേശങ്ങൾ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.